കപ്പിനരികെ ഗുജറാത്തിന് കാലിടറെങ്കിലും ശുഭ്മാൻ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗംഭീര സീസണായിരുന്നു ഇത്. നമുക്കറിയാം, ക്യാപ്റ്റൻസിയിലും ബാറ്റിങ്ങിലും അദ്ദേഹം ഒരുപോലെ മിന്നിച്ച സീസണായിരുന്നു ഇത്. 732 റൺസോടെയാണ് ഗിൽ ഈ സീസൺ അവസാനിപ്പിച്ചത്. ഒരു സെഞ്ചുറിയും 6 50+ സ്കോറുകളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. വൈഭവിന് പിന്നിൽ രണ്ടാം സ്ഥാനത്ത് റൺവേട്ടയിൽ രണ്ടാം സ്ഥാനക്കാരനാവുകയും ചെയ്തു അദ്ദേഹം. ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇന്ത്യയുടെ T20 ലോകകപ്പിൽ നിന്നും ക്യാപ്റ്റനാവുമെന്ന് കരുതിയ ഒരു ഘട്ടത്തിൽ നിന്നും ഒഴിവാക്കപ്പെട്ട താരമാണ് ഗിൽ. ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ഈ IPL ഒരു തിരിച്ചുവരവിൻ്റെ സീസൺ കൂടിയായിരുന്നു. T20യും തനിക്ക് കൃത്യമായും വഴങ്ങുമെന്നും ഒരു ക്യാപ്റ്റൻസി മെറ്റീരിയലാണ് താനെന്നും 3 ഫോർമാറ്റിലും ക്യാപ്റ്റനാവാൻ എന്തുകൊണ്ടും താൻ യോഗ്യനാണ് എന്നും തെളിയിച്ച സീസണായിരുന്നു ഇത്. പിന്നൊരാൾ, നേരത്തെ നമ്മൾ റിസർവായി വെച്ചിരുന്ന സായി സുദർശൻ, 17 മത്സരങ്ങൾ 8 50യും ഒരു സെഞ്ചുറിയും അടക്കം 722 റൺസാണ് അദ്ദേഹം നേടിയത്. സായി സുദർശന്റെ ഇന്നിംഗ്സുകൾ ഗുജറാത്തിന്റെ മുന്നേറ്റത്തിന് വലിയ കരുത്തായി മാറിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. ടോപ്പ് 3ക്ക് ശേഷം വരുന്ന അടുത്ത 3 പൊസിഷനുകളിൽ 4, 5, 6 പൊസിഷൻ, ഈ പൊസിഷനുകളിൽ നാലാമനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും GTക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച, കൂടുതൽ റൺസുകളൊക്കെ നേടിയ മുൻ ഇംഗ്ലണ്ട് നായകൻ കൂടിയായ ബട്ട്ലറെ പരിഗണിക്കാവുന്നതാണ്. അഞ്ചാമനായിട്ട് തീർച്ചയായും രജത് പട്ടിദാർ ഉള്ളപ്പോൾ മറ്റൊരു ഓപ്ഷൻ ആ സമയത്ത് അവിടെ ഇല്ല. അതിനൊപ്പം ആറാമനായി ഹെൻറിച്ച് ക്ലാസൻ. ഈ ക്ലാസിൻ്റെയും അതുപോലെ തന്നെ പട്ടിദാറിൻ്റെയും പൊസിഷനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യാവുന്നതാണ് മത്സര ഗതി അനുസരിച്ച്. രജത് പട്ടിദാറിനെ കുറിച്ച് നമുക്കറിയാം, RCBയെ ചാമ്പ്യന്മാരാക്കുന്നതിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച താരമാണ് രജത് പട്ടിദാർ. മുന്നിൽ നിന്ന് നയിച്ച ക്യാപ്റ്റനാണ്. കഴിഞ്ഞ 2 സീസണിലും അവർക്ക് കിരീടം നേടിക്കൊടുത്ത ക്യാപ്റ്റനാണ്. അദ്ദേഹത്തെ ഈ ടീമിൻ്റെ ക്യാപ്റ്റനായി നിയമിക്കാം.